ആ, നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങൻ്റെ ദിവസം തന്നെ സാഹിത്യപരമായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാമെന്ന് കരുതുകയാണ്. ശ്രീകൃഷ്ണ കർണാമൃതം, വില്ലുമംഗലം സ്വാമിയാർ എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം വളരെ ഭക്തി ഗാനസുധയാണ് കേട്ടോ അത്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. ഞാൻ ഗുരുവായൂർ ചെല്ലുമ്പോൾ, ഗുരുവായൂർ എപ്പോഴെങ്കിലും തൊഴാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകമാണ് ചെല്ലാറ്. ഈ ശ്ലോകം ഒന്ന് ചൊല്ലാറുണ്ട്, അതൊരു കാര്യം. പല ശ്ലോകങ്ങളൊക്കെ ചെല്ലാറുണ്ടെങ്കിലും ഈ ശ്ലോകത്തിന് രണ്ട് സന്ദർഭങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയിട്ടുണ്ട് ഈ ശ്ലോകം. ഒന്നാമത്, ഞാൻ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിനുള്ള അപേക്ഷ കൊടുത്തിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡ് ഓരോരുത്തരും പറഞ്ഞിട്ട് എൻ്റെ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, സംസ്കൃതമാണല്ലേ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട്. അപ്പം ഞാൻ അതേന്ന് പറഞ്ഞു. ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലാമോ എന്ന്. ഒരു ലേഡിയാണ്, ഒരു പത്മാവതി അമ്മ എന്നാണ് പറയുന്നത് അവരുടെ പേരായിരുന്നത്. പിന്നീട് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു ലേഡി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ശ്ലോകം ചൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സംസ്കൃത അധ്യാപകൻ സാധാരണയായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളതും ശ്രീകൃഷ്ണ കർണാമൃതം എന്നുള്ള പുസ്തകം എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. ഞാൻ വായിച്ച് കണ്ടെത്തി പിടിച്ചിട്ടുള്ളതുമായ ഒരു മനോഹരമായ ശ്ലോകമാണ്. ആ ശ്ലോകം ചൊല്ലി. ഞാൻ പിന്നീട് ശ്ലോകം ചൊല്ലു കേട്ടോ. അപ്പോൾ ചൊല്ലി. എനിക്ക് സെലക്ഷൻ കിട്ടി, ട്രെയിനിങ് കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റായി. ഞാൻ 36 വർഷം സർവീസ് ചെയ്ത് പെൻഷനായി. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായിട്ട് ഞാൻ ഈ സംസ്കൃത ശ്ലോകത്തെ, ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ ഈ ശ്ലോകത്തെ കാണുന്നു. ഭഗവാനേ ഗുരുവായൂരപ്പ. മറ്റൊന്ന്, എനിക്ക് ജീവിതത്തിൽ 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. സീവിയർ ഹാർട്ട് അറ്റാക്ക്. ഓടി അലച്ച് ആസ്പത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത് അറ്റാക്ക് വന്ന് 21-ലാണ്. ആദ്യം 2012-ലായിരുന്നു. പിന്നീട് രണ്ടാമത് 2021 അമൃത ഹോസ്പിറ്റലിലാണ്. ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഹാർട്ടിൻ്റെ കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ സരിത ശേഖർ. അവരെ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു ദിവസം രാവിലെ ഒരുറക്കം കഴിഞ്ഞ് വെളുപ്പിന് ഒരു 5 മണി 5:30 മണി സമയത്തൊക്കെയാണ് എനിക്ക് അസ്വസ്ഥതകൾ തോന്നി ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും കാലത്തെ അവിടെ ചെന്ന ഡോക്ടേഴ്സ് ഡ്യൂട്ടിക്ക് വരണേ ഉള്ളൂ. പലർ വന്നു, ചിലർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകണം, ഒക്കെ തിരക്കും. മാത്രമല്ല എനിക്ക് അസ്വസ്ഥതകളുണ്ട്. നേരെ അങ്ങ് കൊണ്ടുപോയി തിയേറ്ററിലേക്ക്. സർജറി വേണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. കൊറോണയൊക്കെ അതിഗംഭീരമായിട്ട് നമ്മുടെ നാട്ടിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോഴും ഒന്നും എനിക്ക് പരിചയമുള്ള ഒരാളെ പോലും കാണാനില്ല. ആകെ അങ്ങോട്ട് വിഷമായി. തിയേറ്ററിൽ കിടത്തി കഴിഞ്ഞപ്പോൾ 5-6 പേര് 2 വശത്തുമായിട്ട് നിന്ന് എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ബോധമുണ്ട് താൻ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ പറയാനായിട്ടപ്പോൾ ഒരു ശബ്ദം എനിക്ക് പരിചയമുള്ളതുപോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ശബ്ദം എനിക്ക് പരിചയമുണ്ടല്ലോ, ഒന്ന് എൻ്റെ അടുത്ത് വരൂ എന്നൊരു കണക്കിന് ശ്വാസം മുട്ടലോടുകൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു രൂപം മാറി വന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഉടുപ്പ് പോക്കിയിട്ട് മുഖം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ വിഷമിക്കണ്ട, ഞാനാണ് അമ്മേ എന്ന് പറഞ്ഞു. വെച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സരിത ശേഖർ. ആ നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ആ ഓപ്പറേഷൻ ടേബിളിൽ കിടന്നുകൊണ്ട് ഈ ശ്ലോകം ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ വന്നു. എങ്കിലും വീണ്ടും ശ്വാസം പിടിച്ചെടുത്ത് ഒരു കണക്കിന് നന്ദസൂനോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർത്തി. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും മരുന്നുകളുടെ ആക്ഷനൊക്കെ തുടങ്ങി, വേണ്ടതൊക്കെ. പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു നേരം കഴിഞ്ഞിട്ടല്ലേ ഓർമ്മ വരണത്. ആ ശ്ലോകം ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ്. ആ ശ്ലോകമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ ഭഗവാനോട് ഭക്തകവി ഒരുപാട് ദുരിതങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടും അതൊന്നും ഭഗവാൻ മാറ്റി തരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ് സഖിക്കെട്ട് ഒടുക്കം ഭഗവാന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഓടക്കുഴലിനോട്
വേണുവിനോട് പറയുകയാണ്, ആ മുരളിയോട് പറയുകയാണ് ഭക്തകവി. വിളിക്കുന്നത് ശ്ലോകത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ, ആയി മുരളി, അല്ലയോ മുരളി, അല്ലയോ ഓടക്കുഴല്, ആയി മുരളി മുകുന്ദ വക്രാരവിന്ദ ശ്വസന മധുര സപ്നേ ത്വം പ്രണമ്യാദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്വാം ഭവത്വാം കഥയ രഹസി കർണേ മാതൃശം നന്ദസൂനോ. ഭക്തകവി ഈ ശ്ലോകത്തിലൂടെ പറയാം, ഐ മുരളി, അല്ലയോ മുരളി, മുകുന്ദസ്മേര വക്രാരവിന്ദം, അരവിന്ദം പോലെ മനോഹരമായ ആ മുകുന്ദൻ്റെ മുഖത്ത് വിളങ്ങുന്ന വക്രാരവിന്ദ ശ്വസന മധുര സ്വപ്നേ ത്വം പ്രണമ്യതെ, മുഖത്ത് തന്നെ വിലസുന്ന നിനക്ക്. എപ്പോഴും വേണു ചുണ്ടിലും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഭാഗം ചൂണ്ടിലും മറ്റേ ഭാഗം കാതിനോടടുത്തുവാണല്ലോ വേണുവിൻ്റെ മുരളിയുടെ. ആ മുരളിയോട് പറയാം, നീയല്ലേ ഭഗവാന്റെ ആ താമരപ്പൂ പോലെ മനോഹരമായ മുഖത്ത് എപ്പോഴും വസിച്ചുകൊണ്ടിരിക്കണേ, വിലസിക്കൊണ്ടിരിക്കണേ. നീ അദ്ദേഹത്തിൻ്റെ ശ്വസനമധുര സ്വപ്നത്വം, അങ്ങയോട് ഞാൻ പ്രണമ്യാദ്യയാചെ, പ്രണമിച്ചുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് എന്നാ പറയുന്നത് ആ നന്ദസൂനോട്. ഐ മുരളി മുകുന്ദ സ്മേര വക്രാരവിന്ദ ശ്വസന മധുര സപ്നേ ത്വം പ്രണമ്യാദ്യയാചേ അധരമണി സമീപം പ്രാപ്തവത്വം ഭവത്വാം കഥയ രഹസി കർണേ. ആ കർണത്തിൽ, കാതിൽ രഹസ്യമായിട്ട് എൻ്റെ ഈ ദുഃഖകഥ ഒന്ന് പറയാമോ? മാതൃശം നന്ദസൂനോ, ആ നന്ദകുമാരനോട്, നന്ദഗോപൻ്റെ ആ മകനോട് എൻ്റെ ഈ ദുഃഖകഥ ഒന്ന് പറയാമോ മുരളി എന്ന് കവി യാചിക്കുന്ന ഒരു അതിമനോഹരമായ ശ്ലോകമായിട്ട് ഞാൻ കരുതുന്ന ഒരു ശ്ലോകമാണിത്. ഒരു കണക്കിന് ഞാൻ രണ്ടാമത്തെ സർജറിയും വിജയിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷവതിയായിട്ടും ആരോഗ്യവതിയായിട്ടും ഒക്കെ ഇരിക്കണില്ലേ. അത് ഈ ശ്ലോകത്തിൻ്റെ ഒരു മാഹാത്മ്യമായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഭഗവാനെ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഇനി ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അക്ഷരശ്ലോകത്തിന് വേണ്ടി ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്, തലങ്ങും വലകും തലങ്ങും വലകും. ഇപ്പം പല ശ്ലോകങ്ങളും ഓർമ്മയില്ല കേട്ടോ. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതിലത്തെ ഒരു ശ്ലോകം, വളരെ കുസൃതിയോടുകൂടിയൊരു ശ്ലോകം, അത് ഞാനിവിടെ ഒന്ന് അവതരിപ്പിച്ചോട്ടെ. വൃന്ദാവനത്തിൽ മരുവീടിന വാസുദേവ, നിന്നോടെനിക്കു ചെറുതായൊരു ചോദ്യമുണ്ട്. ദതിയുറി തൊടുവാനായി നീളമില്ലാത്ത നീ പോയി ത്രിഭുവനമടിയളന്നെങ്ങനെ വാസുദേവ. അല്ലയോ വാസുദേവ, വസുദേവരുടെ പുത്ര, നീ ത്രിഭുവനങ്ങളൊക്കെ അടിയളന്നു എന്നാണല്ലോ പറയണത്. മഹാബലിക്ക് 3 അടി മഹാബലിയോട് ദാനം മേടിക്കാൻ നേരത്ത് 3 ലോകങ്ങളും 3 അടി കൊണ്ടങ്ങോട്ട് അളന്നു എന്നൊക്കെയല്ലേ പറയണേ. 2 അടി കൊണ്ടളന്നു. 3ാമത്തെ അടി എവിടെ വെക്കണം കാലടി എന്ന് ചോദിച്ചപ്പോൾ മഹാബലി തല കുനിച്ചു കൊടുത്തതും തലയിൽ കാൽ കൊണ്ട് അനുഗ്രഹിച്ചതും അങ്ങോട്ട് സുതലത്തിലേക്ക് താഴ്ന്നു പോയതൊക്കെ ആയ കഥ നമ്മൾ ഒരുപാട് പലരും പല വിധത്തിലും വ്യാഖ്യാനിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഭാഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൃന്ദാവനത്തിൽ മരുവീടിന വാസുദേവ, നീ വൃന്ദാവനത്തിൽ ഒരുപാട് കാലം ഓടിക്കളിച്ച് വളർന്നിട്ടൊക്കെയുള്ള കുട്ടിയാണ് സുദേവ. നിന്നോട് എനിക്ക് ചെറുതായൊരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം, കുഞ്ഞു ചോദ്യമുണ്ട്. എന്താണ്? ദതിയുറി തൊടുവാന, നീ ഒരിക്കൽ വെണ്ണയൊക്കെ അമ്പാടിയിൽ അങ്ങനെ വെണ്ണയൊക്കെ കെട്ടി ജീവിച്ചിരുന്നില്ലേ? ഗോപികമാരുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ പാലും കെക്കും വെണ്ണയും കെക്കും മോരും കെക്കും ഒക്കെ കിഴക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പശുവിൻ്റെ ആട്ടിൽ തന്നെ നേരിട്ട് പാല് അങ്ങോട്ട് കുടിച്ചു തുടങ്ങുക, അങ്ങനെയും കൂടിയൊക്കെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ആ ഉറിയിൽ വെച്ചിരിക്കുന്ന വെണ്ണ നിനക്ക് എത്താത്തത് കൊണ്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ അത്രയ്ക്ക് ഉയരമില്ലാത്ത നീയെ പാത്രങ്ങളൊക്കെ കമത്തി വെച്ചിട്ട് മുരലും മറിച്ചിട്ടിട്ടുമൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറിയുമ്പോൾ തൂങ്ങിയിട്ട് വെണ്ണ എടുത്ത കഥയൊക്കെ പറയണ്ടല്ലോ.
അങ്ങനെ ഉണ്ടല്ലോ ബാലലീലകൾ. അങ്ങനെയുള്ള നീ എങ്ങനെയാ വാസുദേവ മൂന്നടി കൊണ്ട് ഈ 2 അടി കൊണ്ട് ഈ 3 ലോകവും കൂടി അളന്ന് ത്രിഭുവനമടി അളന്നെങ്ങനെ വാസുദേവ? ഈ 3 ലോകങ്ങളും എങ്ങനെ കാലടി കൊണ്ട് അളന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇത്ര ഉയരം കുറഞ്ഞ നീ, ഉറിയിലെ വെള്ളം എടുക്കാൻ പോലും ഉയരമില്ലാത്ത നീ, ഭുവനങ്ങൾ നിൻ്റെ ആ കുഞ്ഞിക്കാലും വച്ച് എങ്ങനെ ഈ ഭുവനം മുഴുവൻ 3 ലോകങ്ങളും അളന്നു? എനിക്കിപ്പോഴും അതൊരു സംശയമാട്ടോ. അങ്ങനെ ഒരു മനോഹരമായ ഒരുപാട് മനോഹര ശ്ലോകങ്ങളുണ്ട്. എങ്കിലും എൻ്റെ ഓർമ്മയിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിലെ ഒരു ശ്ലോകമാണിത്. ഈ 2 ശ്ലോകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥയരങ്ങ് ഇപ്പം ഇവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും എൻ്റെ ഈ സാഹിത്യത്തിലൂടെയുള്ള ഒരു ഓർമ്മ പുതുക്കൽ അതിൽ സഹകരിക്കുന്നതിന് വളരെ നന്ദി. മനോഹരമായ ശ്ലോകങ്ങളാണ് ഈ 2 ശ്ലോകങ്ങളും. എനിക്കിഷ്ടമുള്ള 2 ശ്ലോകങ്ങളാണ്. നന്ദി.